ഇടുക്കി ജില്ലയിലെ മാങ്കുളത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇതൊരു ഓഫീസ് ട്രിപ്പ് കൂടിയാണ് കേട്ടോ. ഇന്ന് നമ്മളൊരു പാക്കേജ് എടുത്തിട്ടാണ് വന്നേക്കുന്നത്. പാക്കേജ് എടുക്കാതെയും കാണാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് നമ്മൾ ഇന്ന് പോകുന്ന ഓരോ സ്ഥലങ്ങളും. പാക്കേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം, മാങ്കുളത്ത് എത്തിയതിന് ശേഷം ഫുള്ള് അവർ നോക്കിക്കോളും പോകുന്നത് വരെയുള്ള. അപ്പോൾ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. 11 മണിക്ക് ചെക്ക് ഇൻ ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. ഏകദേശം അപ്പോൾ 12 മണിയോടുകൂടിയാണ് ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു പാക്കേജിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ടൈഗർ കേവ് ആയിരുന്നു. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് അത് നാളത്തേക്ക് മാറ്റി വെച്ചു. ഇവിടെ സൈഡിലായിട്ട് ചങ്ങാടത്തിൽ കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. 100 രൂപയാണ് ഒരാൾക്ക് ചാർജ് പറയുന്നത്. ഇത് കോതമംഗലത്ത് നിന്ന് വരുന്ന ഉല്ലാസയാത്ര ബസ്സാണ്. അവധി ദിവസമായതുകൊണ്ട് ഒരുപാട് ഉല്ലാസയാത്ര ബസ്സുകൾ ഈ റൂട്ടിൽ ഇന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ പെരുമ്പൻകുത്ത് വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. സൈഡിലൊക്കെ ബോർഡ് ഇരിക്കുന്നുണ്ട്, വെള്ളത്തിലിറങ്ങുന്നവർ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് വെള്ളം കുറവാണ്. മഴക്കാലത്തൊക്കെ നല്ല വെള്ളമായിരിക്കും ഇവിടെയൊക്കെ. അപ്പോൾ ഇതാണ് പെരുമ്പൻകുത്ത് വാട്ടർഫോൾസ്. മുന്നേ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു കേട്ടോ. നമുക്ക് താഴേക്കൊക്കെ ഇറങ്ങി ചെന്ന് കാണാൻ പറ്റുമായിരുന്നു. മുന്നേ ഈ ഒരു സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻട്രി ഫീസ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ 10 രൂപയാണ് എൻട്രി ഫീസ്. ഇവിടുത്തെ ആളുകൾ ഇതിനെ മിനി അതിരപ്പള്ളി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ താഴെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു വ്യൂ കിട്ടും. ഇപ്പോൾ അധികം വെള്ളമില്ല, പക്ഷേ മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കും. ഇത് കുറച്ച് അപകടം പിടിച്ച വെള്ളച്ചാട്ടം കൂടിയാണ്. അതുകൊണ്ടാണ് താഴേക്കുള്ള എൻട്രി വേണ്ടെന്ന് വെച്ചതും മേലെ മാത്രം വെള്ളച്ചാട്ടം കാണാനുള്ള സൗകര്യം ഒരുക്കിയതും. അങ്ങനെ അവിടെ നിന്ന് നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വാട്ടർഫോൾസിൽ ഒന്നായി മാറിയ 33 വാട്ടർഫോൾസ്. അതിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു വാട്ടർഫോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 3 സ്റ്റെപ്പായിട്ടാണ് ഉള്ളത്. ഈ 3 സ്റ്റെപ്പിലും നമുക്ക് കയറാൻ പറ്റും. അതിൻ്റെ മേലേക്കും കയറാൻ പറ്റുമായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാ, ആളുകളൊന്നും വേസ്റ്റൊക്കെ ഇട്ട് നശിപ്പിച്ച് കളഞ്ഞു. ഇതിലേക്ക് നമ്മൾ കയറുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടിയാണ്. അപ്പോൾ അവർക്കും അതൊരു ശല്യമായി മാറി. കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട്. ഇതുപോലെ വേരും ഒക്കെ ചവിട്ടിയിട്ട് വേണം മുകളിലെത്താൻ. അതുപോലെ ഇപ്പോൾ അട്ടശല്യമില്ല, പക്ഷേ മഴക്കാലമാണെന്നുണ്ടെങ്കിൽ നല്ല അട്ടശല്യം ഉണ്ടാവും. അങ്ങനെ അവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. റിവർ ബാത്ത് എന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത്. പക്ഷേ ആരും അങ്ങനെ കുളിക്കാൻ നിന്നില്ല ഇവിടെ. 33 വാട്ടർഫോൾസിൽ നിന്ന് എല്ലാവരും അത്യാവശ്യം കുളിച്ചായിരുന്നു. മാത്രമല്ല ഇവിടെ JCB കൊണ്ട് മണ്ണിളക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളം കുറച്ച് കലങ്ങിയാണ് വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് കല്ലൊക്കെ എറിഞ്ഞ് അങ്ങനെ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനും തൊട്ടടുത്ത് തന്നെയായിരുന്നു ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്. ബ്രിട്ടീഷുകാർ ഇവിടെയുള്ള സമയത്ത് പണിതതായിരുന്നു ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇത് മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ ട്രൈബ്സാണ്. 2018 വന്ന പ്രളയം ഈ ഒരു ബ്രിഡ്ജിനെ കംപ്ലീറ്റ് ആയിട്ട് തകർത്ത് കളഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അവശിഷ്ടമൊക്കെ ഇവിടെ കാണാൻ പറ്റും. മുന്നേ ഇത്രയും നീളമില്ലായിരുന്നു. അതിനുശേഷം 2020 ഇത് പുതുക്കി പണിതു. പിന്നെ പാലം വന്നതോടുകൂടി ട്രൈബ്സ് ഇതധികം യൂസ് ചെയ്യാണ്ടായി. ഇപ്പോൾ ഇത് ടൂറിസത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയോട് അടുത്തിട്ടുണ്ട്. നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ തന്നെ ലേറ്റ് ആയതുകൊണ്ട് മൊത്തത്തിൽ നമ്മുടെ ടൈമിംഗ് വൈകിപ്പോയി. അപ്പോൾ അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ പുതിയ പാലം വന്നു, ആ പാലാണ് ഈ പാലം. പാലത്തിൻ്റെ നേരെ കാണുന്ന കടയിൽ നിന്നാണ് നമ്മൾ ഫുഡ്. അപ്പോൾ പാക്കേജിൽ നമ്മൾ ഫുഡ് ഇപ്പോൾ തുടങ്ങുകയാണ്. ഫുഡ് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ചിക്കൻ കറിയും മീൻ കറിയും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതുവരെയും വെയിറ്റ് ചെയ്യാനുള്ള സാവകാശം ഉണ്ടായിരുന്നില്ല. അതിന് മുന്നേ ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ നമുക്ക് അടുത്തതുള്ളത് കാട്ടിലൂടെ ഉള്ളൊരു ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ്. അപ്പോൾ ട്രൈബൽസൊക്കെ താമസിക്കുന്ന ഏരിയ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ഏരിയ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ കൃഷി കണ്ടത് കൊക്കോ ആണ്. അത് പിന്നെ കാപ്പിയായിട്ട് മാറി. പിന്നെ അത് കാട്ടുമഞ്ഞളായിട്ട് മാറി.
ഇനി നമ്മുടെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് പറയാം. 1700 രൂപ പെർ ഹെഡാണ് പാക്കേജ് വരുന്നത്. ഇത് ഇപ്പോഴത്തെ ഒരു റേറ്റാണ്, സീസൺ അനുസരിച്ച് മാറാം. ഇതിൽ 3 നേരത്തെ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. ഉച്ചയിലെ, നൈറ്റ് ആൻഡ് പിറ്റേ ദിവസത്തെ രാവിലത്തെ. ക്യാമ്പ് ഫയർ നമുക്ക് സെറ്റ് ചെയ്ത് തരും. പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം, മാങ്കുളത്തിന് ശേഷം സൈറ്റ് സീയിങ്ങിന് ഫുള്ള് അവരുടെ ജീപ്പാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, നമ്മുടെ വണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ എൻട്രി ഫീ ഉള്ള ഡെസ്റ്റിനേഷൻസ് ഉണ്ട് നമ്മൾ കവർ ചെയ്യുന്നതിൽ. പക്ഷെ അതൊന്നും നമ്മൾ സെപ്പറേറ്റ് എടുക്കേണ്ട, എല്ലാം പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ആർക്കെങ്കിലും പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെ കൊടുക്കാം, അതിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രൈബ്സിൻ്റെ ഏരിയ കൂടെയാണ് കേട്ടോ. ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ. പക്ഷേ ആദ്യമായിട്ട് കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞാനത് നോക്കിയിരുന്നു, വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്തോ ഇവിടെ ഒന്നും അത്ര ഡെവലപ്മെൻറ്റ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഈ ഈറ്റോണ്ട് ഉണ്ടാക്കിയ വീടൊക്കെ തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. എന്നാലും 1-2 കോൺക്രീറ്റ് വീടുകളുണ്ട്, എന്നാലും ഈറ്റോണ്ടുള്ള വീടുകളായിരുന്നു കൂടുതൽ. സൈഡിൽ അവർ വിറകൊക്കെ ശേഖരിച്ച് വെച്ചേക്കുന്നത് കാണാൻ പറ്റും. ഈ പാക്കേജിൽ എനിക്ക് ഏറ്റവും വർത്തായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ് കേട്ടോ. കാരണം നമ്മളെ പ്രൈവറ്റ് വണ്ടിക്ക് എന്തായാലും ഈ ഒരു റൂട്ടിൽ കയറ്റി വിടില്ല. ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, പക്ഷെ 2 വീലേഴ്സ് ഒട്ടും ഈ ഒരു ഏരിയയിൽ കണ്ടില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടത് ഫുള്ള് ഇവിടുത്തെ ലോക്കൽ ജീപ്പുകൾ മാത്രമാണ്. ഇപ്പം നമ്മൾ പോകുന്ന റൂട്ടിൽ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ ആണ്. മുന്നേ പകലൊക്കെ ഇറങ്ങിയിരുന്നു, പക്ഷേ ഇപ്പോൾ കൂടുതൽ ജീപ്പുകൾ ഈ വഴി പോകുന്നത് കാരണം രാത്രി മാത്രമേ അവരുടെ പ്രസൻസ് ഉള്ളൂ. ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ട്രൈബ്സ് ഇവിടെ കാട്ടുമഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട് ഓരോ ഏരിയയിൽ. അപ്പോൾ അവിടേക്കൊക്കെ ഈ ആനയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കറുത്ത തുണിയിൽ അല്ലെങ്കിൽ ചാക്കിലൊക്കെ കരിയോയിൽ തേച്ചിട്ട് വെച്ചേക്കാണ്. മൃഗങ്ങളെ ഒഴിവാക്കാനും ഇത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ കൃഷി ഉണ്ടെന്നുള്ള അവരുടെ ഒരു മാർക്കിംഗ് കൂടിയാണ് ഇതെന്നാണ് നമ്മുടെ ഡ്രൈവറേട്ടൻ പറഞ്ഞത്. കുറച്ചുകൂടി ദൂരം പോയപ്പോൾ വണ്ടി നിർത്തി തന്നു കേട്ടോ, ഇറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും വണ്ടി നിർത്തുന്ന ഒരു സ്പോട്ടാണിത്. നമ്മൾ കാടിൻ്റെ ഏകദേശം കുറച്ച് ഉള്ളിലോട്ടായിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ കണ്ട മരം അപ്പൂപ്പന്താടിയുടെ മരമായിരുന്നു കേട്ടോ. പക്ഷെ എന്തോ ഒരുപാട് ആളുകൾ, വേറെയും ആളുകൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് കാടെന്നുള്ളൊരു കംപ്ലീറ്റ് ഫീൽ കിട്ടിയില്ല. നേരത്തെ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് ഏരിയയ്ക്ക് നോക്കിയപ്പോൾ വെള്ളം ഒഴുകി വരുന്നു. അപ്പോൾ അത് നോക്കി പോയതാണ്. അപ്പോഴാണ് സൈഡിലൊരു ചെറിയൊരു ഷെഡ് പോലെ കെട്ടി വെച്ചേക്കുന്നത്. നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ തീയൊക്കെ കത്തിച്ചതിൻ്റെ അടയാളം. അപ്പോൾ നമ്മൾ കൂടെ വന്ന ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർ രാത്രി കാട്ടിൽ കയറും. അപ്പോൾ തിരിച്ചു പോകാത്ത ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തീ കൂട്ടിയിട്ട് അവിടെ കിടക്കുന്ന പറഞ്ഞത്. അവിടെ നിന്ന് പിന്നുള്ളതായിരുന്നു എക്സ്ട്രീം ഓഫ് റോഡ്. ഞങ്ങൾ വണ്ടി ഓടിച്ചിരുന്ന ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഓഫ് റോഡ് കഴിഞ്ഞ് നേരെ ഇറങ്ങിച്ചെന്നത് ചെക്ക് ഡാമിൻ്റെ അടുത്തേക്കാണ്. അവിടെയും കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു ആ ഒരു ഏരിയ ഞങ്ങൾ ചെന്ന ടൈമിൽ.
ആ ചെക്ക് ഡാമിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണിത്. അപ്പോൾ കുളിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇവിടെ ഇറങ്ങിയിരിക്കാം. അങ്ങ് ദൂരെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. അവിടുത്തെ വെള്ളമാണെന്ന് തോന്നുന്നു ഇതിൽ കൂടെ ഒഴുകി വരുന്നത്. നമ്മൾ ഈ വെള്ളച്ചാട്ടം സൈഡിൽ കൂടെ ഒരു വഴിയുണ്ടെന്ന് പറയുന്നത് താഴേക്ക് നടന്ന് പോകും. കിളിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ കിളിയെ നമ്മൾ കണ്ടില്ല. നമ്മൾ കുറച്ച് നടന്നെത്തി. ആ വലിയ വെള്ളച്ചാട്ടം കാണുന്നില്ലേ, അതിൻ്റെ അവിടേക്ക് പോകാനുള്ള വഴിയായിരുന്നു. അത് അടച്ച് കെട്ടി പൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ പോകാൻ പറ്റില്ല എന്ന്. ബട്ട് ഇവിടെ കുറേ ഡ്രസ്സൊക്കെ കിടക്കുന്നുണ്ട്, അവരൊന്നും ഇവിടെ കാണുന്നില്ല. മേ ബി അവർ ചാടിപ്പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. കൊള്ളാം, അടിപൊളി. അവിടെ നിന്ന് നേരെ പോയത് ആനക്കുളത്തേക്കാണ്. വിചാരിച്ച പോലെ തന്നെ നിറച്ച ആളായിരുന്നു. ആന മാത്രം വന്നിട്ടുണ്ടായില്ല. നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു 5:45-6 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിലിറങ്ങിയവരെയും കളിച്ചുകൊണ്ട് നിന്നിരുന്നവരൊക്കെ നേരത്തെ മേലേക്ക് കയറ്റിയായിരുന്നു. കുറച്ച് നേരം നോക്കിയിരുന്ന കൂടെ ഉണ്ടായിരുന്നവർക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് നേരെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് തിരിച്ചു. ഈ ഒരു പ്രോപ്പർട്ടിയിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. ഇതും പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 7 മണി 7:30 ആയപ്പോഴത്തേനും ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന കോട്ടേജിൽ അവർ നമ്മൾ അറിയിച്ചു. അപ്പം അങ്ങനെ ഒരു 8:30 ആയപ്പോഴത്തേനും നമ്മളിവിടെ എത്തി. അപ്പം അങ്ങനെ ആനയെ കണ്ടു. നമ്മൾ വന്നപ്പോൾ ഒരു 5 ആനയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴും ആനകളിങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റാത്തൊരു വിഷമം. വെച്ചാൽ മുന്നേ വന്നപ്പോഴും ആനേനെ കണ്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇറങ്ങി വരണതും തിരിച്ചു പോകണതും കാണാൻ പറ്റിയില്ല. ആ ഒരു വിഷമത്തിന് നിൽക്കായിരുന്നു. അപ്പം ഉണ്ട് ഒരു 5 എണ്ണം ചിഹ്നം വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. ആനക്കുളത്ത് ആനേനെ കാണാൻ വരുന്ന ഒരു 80% ആളുകളുടെ വിചാരം ആന ഈ വെള്ളത്തിൽ കുളിക്കാൻ വന്നേക്കണം. പക്ഷേ അല്ല, ആനയുടെ വെള്ളം കുടിക്കാൻ മാത്രമാണ് വരുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 5-6 ഇടങ്ങളിലായിട്ട് ഒരു നീരുറവുണ്ട്. ഉപ്പുരസം കലർന്നൊരു നീരുറവ. അത് തപ്പിയാണ് ഇവരിവിടെ വന്ന് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് വരുന്ന ഈ കൂട്ടം തന്നെയല്ല നാളെ വരുന്നത്. അറിയാലോ, ആന ഒരു ദിവസം ഒരു 300 കിലോമീറ്ററെങ്കിലും സഞ്ചരിക്കും. അപ്പോൾ ഇന്ന് വന്ന ടീമായിരിക്കില്ല നാളെ വരുന്നത്. അപ്പം അങ്ങനെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെയാണ്. അതിൽ ഇടയ്ക്ക് ചില ദിവസങ്ങൾ മാത്രമേ ഏതെങ്കിലും ഒരു കൂട്ടം ഇല്ലാണ്ടിരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ മാറി മാറി വരും. ആദ്യം വെള്ളം കുടിച്ചിരുന്ന ആളുകൾ അടുത്ത ടീം വരുമ്പോൾ പയ്യെ മാറിപ്പോവാണ്. അപ്പോൾ ഇവരിപ്പോൾ വെള്ളത്തിലൊക്കെ നിന്ന് നനഞ്ഞിട്ടുണ്ടല്ലോ, സൈഡിൽ കയറി നിന്നിട്ട് മണ്ണൊക്കെ വാരിയിട്ടിട്ടാണ് കാട്ടിലേക്ക് കയറി പോവുക. ആനക്കുളത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പം അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. നമ്മൾ മിസ്സാക്കിയ ഡെസ്റ്റിനേഷൻ ടൈഗർ കേവിലേക്ക് വരാണ്. അപ്പോൾ ഇവിടേക്ക് വരാനായിട്ട് നമ്മൾ സ്വന്തം വണ്ടി തന്നെ എടുത്താണ് പോകുന്നത്. കാരണം ഇന്നലെ ഞങ്ങൾക്ക് മിസ്സായൊരു ഡെസ്റ്റിനേഷനായിരുന്നു. പോണ വഴി ആയതുകൊണ്ട് നമുക്കതായിരുന്നു സൗകര്യം. ഇവിടെ എൻട്രി ഫീസൊക്കെ ഉണ്ട്, പക്ഷേ അത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമുക്കത് എടുക്കേണ്ടി വന്നില്ല. പിന്നെ ഇന്നലത്തെ ക്യാമ്പ് ഫയറും ഡിന്നറൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു സ്ഥലത്ത് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. അത് കഴിഞ്ഞിട്ട് നേരെ കയറുന്നത് ഒരു മുളങ്കാട്ടിലേക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കേവ്. ഈ ഒരു സ്ഥലം ശരിക്കും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലായിരുന്നു. 2019-20 ആ ഒരു ടൈമിൻ്റെ ഇടയിലാണ് ഇത് ടൂറിസ്റ്റിനായിട്ട് ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു 4 വർഷത്തിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുന്നിലെത്തി. കൂടെ പുതിയ മുഖങ്ങളും.
ഈ ഒരു കേവിൽ 2018 പ്രളയത്തിൽ നല്ലോണം വെള്ളം കയറി. അതുവരെ ഇവിടെ ഒരാൾ താമസിച്ചിരുന്നു. അയാൾക്ക് ഈ ഒരു സ്ഥലം പിന്നെ സേഫ് അല്ലെന്ന് തോന്നി. വേറെ ആരുമല്ല, ഇവിടുത്തെ ടൈഗർ തന്നെ. സേഫ് അല്ലെന്ന് തോന്നിയപ്പോൾ ആളിത് ഉപേക്ഷിച്ച് പോയി. അപ്പം ക്യാമറ ഒക്കെ വെച്ച് സർവൈലൻസ് ഒക്കെ നോക്കി ആളിത് യൂസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കുട്ടികൾക്കായിട്ടൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇത് തുറന്നു കൊടുത്തു. അങ്ങനെയാണ് ഇത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായത്. ഇപ്പോഴും ഈ ഒരു ഏരിയയിൽ ഈ ഒരു ടൈഗറിനെ സ്പോട്ട് ചെയ്യാം. അതായത് ഗുഹയുടെ ഉള്ളിലേക്ക് വരില്ല, രാത്രി കാലങ്ങളിൽ സ്പോട്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഇഷ്ടം പോലെ ലെപ്പേർഡ്സ് ഒക്കെ ഇവിടെ ഉണ്ടെന്നാണ് നമ്മുടെ അടുത്ത് ഗൈഡ് പറഞ്ഞത്. ചെറുതായിട്ട് ഇരുന്നിറങ്ങിയൊക്കെ കയറണം, പക്ഷേ സംഭവം അടിപൊളിയാണ്. ഈ മുളുങ്കാട്ടിലേക്ക് കയറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ല കൂളിംഗ് അനുഭവപ്പെടും. ഗുഹയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല കൂളിംഗ്. മുന്നേ വന്നപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നമ്മുടെ കൂടെ ഒരു ഗൈഡ് വരെയായിരുന്നു. അത് സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ടായിരിക്കാം. അന്ന് ഇവിടെ ക്യാമറയും ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാമറയ്ക്ക് എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞേ, മറ്റേ ടൈഗറിനെ നോക്കാൻ വേണ്ടി വെച്ചിരുന്ന ക്യാമറ. അപ്പോൾ അന്ന് ആ ടൈമിൽ എല്ലാ ദിവസവും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആളുകൾക്ക് എൻട്രി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇപ്പോൾ ഗൈഡുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. 1-2 സ്പോട്ടിൽ മാത്രമേ, മെയിൻ ഗുഹയുടെ ഉള്ളിലും അതുപോലെ ഇപ്പോൾ ഇവിടെ കാണുന്ന സ്ഥലത്ത് മാത്രമേ ഗൈഡിനെ കാണുന്നുള്ളൂ. അതുപോലെ മുന്നേ വന്നപ്പോൾ നേരത്തെ കണ്ട ഒരു വള്ളിയിൽ, ആ വള്ളിയുമായി പിടിച്ചിട്ട് ഒരു റോക്ക് ക്ലൈമ്പിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയും കൂടി നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടത് നിർത്തിയെന്ന് തോന്നുന്നു. ആകെ കാട് പിടിച്ച് കിടക്കണം ആ ഒരു ഭാഗം. അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് അധികം ആൾക്കാർ പോയിട്ടില്ല. അവരെല്ലാവരും തിരിച്ചേറി പോവാണ്. അപ്പോൾ ഈ വഴി നമ്മൾ പോവാണ്. അയ്യോ അയ്യോ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വെയിലുണ്ടെന്നുണ്ടെങ്കിലും ആ ഗുഹയുടെ ഉള്ളിൽ അതിനേലും അത്രയില്ല, എന്നാലും ഒരു ചെറിയൊരു കൂളിങ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് തേയിലത്തോട്ടം കണ്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ തേയിലത്തോട്ടവും ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയും തേയിലത്തോട്ടവും കണ്ടു നമ്മൾ തിരിച്ചു പോയി. യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല, കൂടെ കൂടണം.